നമസ്കാരം കൂട്ടുകാരെ. 2024 പുറത്തിറങ്ങി ദീപാവലി വിന്നറായി മാറിയ ഒരു അടിപൊളി മലയാളം ചലച്ചിത്രം കിഷ്കിന്ധാ കാണ്ഡം ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് ബാഹുൽ രമേശ് എഴുതി ബാഹുൽ രമേശ് തന്നെ DOP ആയി പ്രവർത്തിച്ച ജോബി ജോർജ് പ്രൊഡ്യൂസ് ചെയ്ത് ആസിഫ് അലിയും അപർണ ബാലമുരളിയും അഭിനയിച്ച് പുറത്തിറങ്ങിയ അതിഗംഭീര ചലച്ചിത്രം വളരെ വലിയ വിജയമായിരുന്നു ചലച്ചിത്രം നേടിയത്. ഒപ്പം ക്രിട്ടിക്കൽ അക്ലമേഷനും. ഏറെ രസകരമായ ഈ ഒരു മിസ്റ്ററി ത്രില്ലർ ചലച്ചിത്രത്തിന്റെ കഥ സിനിമാ കഥയിലൂടെ നമുക്കൊന്ന് കേട്ടുനോക്കിയാലോ? മുഴുവൻ ചലച്ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. കാണാൻ താല്പര്യപ്പെടുന്നവർ അവിടെ നിന്നും കാണുമല്ലോ. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നുമാണ്. ഇലക്ഷൻ സമയമായതുകൊണ്ട് തന്നെ ലൈസൻസ്ഡ് ഗൺ ഹോൾഡേഴ്സ് ആയിട്ടുള്ളവർ ആ ഗണ്ണുകൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി സമർപ്പിക്കണം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഒരുവിധം ആ പ്രദേശത്തെ എല്ലാ തോക്കുകളും വന്നു കഴിഞ്ഞു. അപ്പുപിള്ള എന്ന് പറഞ്ഞ വ്യക്തിയുടെ തോക്ക് മാത്രം എത്തിയിട്ടില്ല. ഇതേ സമയം അവിടെ നിന്നും കുറച്ച് അകലെയായുള്ള ഒരു രജിസ്റ്റർ ഓഫീസിൽ ഇതേ അപ്പുപിള്ളയുടെ മകൻ അജയചന്ദ്രന്റെ വിവാഹം നടക്കുകയാണ്. വധു അപർണ. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തോക്ക് സബ്മിറ്റ് ചെയ്യാത്ത കാര്യവും ചോദിച്ച് അജയന് കോൾ വരുന്നത്. അജയൻ പോലീസുകാരോട് കാര്യങ്ങൾ സംസാരിച്ചു. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പോലീസുകാരൻ പറഞ്ഞപ്പോ അച്ഛൻ അങ്ങനെ ലാൻഡ് ലൈൻ ഒന്നും യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞ അജയൻ താനിപ്പോ കുറച്ച് അകലെയാണെന്നും വൈകിട്ട് 4:30 വീട്ടിലെത്തിക്കഴിഞ്ഞ് ഗണ്ണ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്താൽ മതിയോ എന്നും ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് പോരെന്നും ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ആണ് എന്നും പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ അപ്പുപിള്ളയുടെ വീടുള്ള പ്രദേശം ചോദിച്ചറിഞ്ഞു. അജയൻ പിന്നാലെ തന്റെ അച്ഛൻ അപ്പുപിള്ളയെ കോൾ ചെയ്തു. അപ്പുപിള്ള വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പട്ടാള ചിട്ടയിൽ ജീവിക്കുന്ന ഒരു എക്സ് മിലിറ്ററി ഓഫീസർ. അപ്പുപിള്ളയുടെ തോക്ക് തന്നെ കാണാനില്ലായിരുന്നു. രാവിലെ തൊട്ട് അപ്പുപിള്ള അതിന്റെ തിരച്ചിലാണ്. അജയൻ വിളിച്ചപ്പോ അപ്പുപിള്ളയ്ക്ക് ദേഷ്യം വന്നു. തോക്ക് കിട്ടിയില്ലേ അവരെന്നെ കോർട്ട് മാർഷൽ ചെയ്യുന്നില്ലല്ലോ എന്ന തരത്തിലായിരുന്നു അപ്പുപിള്ളയുടെ രോഷത്തോടെയുള്ള സംസാരം. തോക്ക് കിട്ടിയിട്ടില്ല എന്നറിഞ്ഞതും അജയനും കുറച്ച് അസ്വസ്ഥനാകുന്നുണ്ട്. അജയന്റെ കൂടെയുണ്ടായിരുന്ന അവിടുത്തെ സ്റ്റേഷനിലെ തന്നെ കോൺസ്റ്റബിളായി ജോലി നോക്കുന്ന ശിവദാസൻ അപ്പുപിള്ളയോട് സംസാരിച്ചു. തോക്ക് കാണാതാവുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. ആരെങ്കിലും അത് മിസ്യൂസ് ചെയ്ത കാര്യങ്ങൾ കുഴഞ്ഞുമറിയില്ലേ? എന്തായാലും നീ സമാധാനിക്ക്. തോക്ക് കാണാനില്ലെന്ന് കണ്ടതും ഒരു പെറ്റീഷൻ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടതായിരുന്നു എന്നും ശിവദാസൻ കൂട്ടിച്ചേർത്തു. താനത് പറഞ്ഞതാണെന്നും അച്ഛൻ സമ്മതിച്ചില്ല എന്നുമായിരുന്നു അജയന്റെ മറുപടി. എന്തായാലും രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് അജയനും അപർണയും നെടുഞ്ചാലിലെ സ്വന്തം വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. റിസർവ് ഫോറസ്റ്റിനോട് ചേർന്നിട്ടായിരുന്നു അപ്പുപിള്ളയുടെയും അജയന്റെയും വീട്. ഒറ്റപ്പെട്ട കാടിനോട് ചേർന്നുള്ള ഒരു വലിയ ഭവനം. അജയൻ അങ്ങോട്ടേക്ക് എത്തിച്ചേരുമ്പോ അവിടെ പോലീസുകാരുണ്ട്. തോക്ക് കിട്ടിയിട്ടില്ല, തോക്ക് കാണാനില്ല എന്ന് അപ്പുപിള്ള പോലീസുകാരോട് പറഞ്ഞതും അത് കുറച്ച് പ്രശ്നമായിരിക്കുകയാണ്. പോലീസുകാർ വലിയ രോഷത്തിലായിരുന്നു. ഇതൊക്കെ ഈ അവസാന നിമിഷത്തിലാണോ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്ന തരത്തിൽ പോലീസുകാർ കലിപ്പിലായപ്പോ അപ്പുപിള്ള അതിലും രോഷത്തിലായി. കനത്ത പട്ടാള ചിട്ടയുള്ള മൂക്കത്ത് ചുണ്ടിയുള്ള തരം മനുഷ്യനായിട്ടാണ് അപ്പുപിള്ള കാണപ്പെട്ടിരുന്നത്. വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനോടും കയർത്ത് അപ്പുപിള്ള തന്റെ മുറിയിലേക്ക് കയറിപ്പോയി. പോലീസ് ഉദ്യോഗസ്ഥൻ അജയനോട് കാര്യങ്ങളുടെ സീരിയസ്നെസ് പറഞ്ഞ് മനസ്സിലാക്കി. പിന്നാലെ അജയനൊരു പെറ്റീഷനും എഴുതി കൊടുത്തു. ബന്ധുവും പരിചയക്കാരനുമായ പോലീസുകാരൻ ശിവദാസൻ കൂടെയുള്ളതുകൊണ്ട് അജയന് കുറച്ച് പരിഗണന ലഭിച്ചിരുന്നു. അന്ന് രാത്രിയിൽ അജയൻ വിദേശത്തുള്ള തന്റെ സഹോദരനോട് തോക്ക് കാണാതായ വിഷയത്തെപ്പറ്റി വീഡിയോ കോളിൽ ഡിസ്കസ് ചെയ്തു. അച്ഛന്റെ ഈ പെരുമാറ്റത്തോടൊന്നും മൂത്ത സഹോദരന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വിദേശത്ത് അദ്ദേഹം സകുടുംബം സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപർണയും തന്റെ കുടുംബത്തിനൊപ്പം ഫോൺ കോളിലായിരുന്നു. ശേഷം അജയന്റെ ഒപ്പം അപർണയും ജോയിൻ ചെയ്തു. അവര് സംസാരിച്ച് വാതിലൊക്കെ അടച്ച് മുറിയിലേക്ക് പോവാൻ നേരം അച്ഛൻ പെട്ടെന്ന് അവരുടെ മുമ്പിലേക്ക് വന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു, നാളെ ആ മണയനോട് വരാൻ പറയണം, രണ്ടാളെയും കൂട്ടിയിട്ട്. അതിന്റെ ആവശ്യമുണ്ടോ അച്ഛ എന്ന തരത്തിൽ അജയൻ ചോദിക്കാൻ വന്നതും പൂർത്തിയാക്കാൻ പോലും സമ്മതിക്കാതെ അച്ഛൻ പറഞ്ഞു, പിന്നെ ഈ 70-ാം വയസ്സിൽ ഞാൻ മരത്തിന്റെ മണ്ടയ്ക്കൊക്കെ വലിഞ്ഞു കയറണോ? പിറ്റേന്ന് പുലർച്ചെയായി. അപർണ ഒരു ചായയൊക്കെ എടുത്ത് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി. വീടിനോട് ചേർന്നുള്ള റിസർവ് ഫോറസ്റ്റ് ഏരിയ, അവിടുത്തെ കാഴ്ചകളും അന്തരീക്ഷവും ഒക്കെ അപർണയേറെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മൊബൈൽ ക്യാമറ ദൃശ്യങ്ങളിൽ അതൊക്കെ പകർത്തി അപർണ നിൽക്കുമ്പോഴാണ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അപർണയുടെ കണ്ണിൽപ്പെട്ടത്. വലിയൊരു മരത്തിന്റെ ഏറ്റവും മുകളിലായി ഒരു റേഡിയോ തൂങ്ങിക്കിടക്കുന്നു. പിന്നാലെയാണ് അജയൻ അപർണയുടെ അടുത്തേക്ക് വരുന്നത്. അവിടുത്തെ കാര്യങ്ങൾ അജയൻ തന്നെ അപർണയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. അവരുടെ വീടുള്ളത് റിസർവ് ഫോറസ്റ്റിനോട് ചേർന്നിട്ടാണ്. അത്രയധികം കുരങ്ങന്മാരുടെ ശല്യമുള്ള ഒരു സ്ഥലം. ഒരിക്കൽ വീട്ടിലെ റേഡിയോ കാണാതായി. 1 മാസത്തിന് ശേഷം അന്വേഷിച്ചു വന്നപ്പോ റേഡിയോ മരത്തിന്റെ തുഞ്ചത്ത് തൂങ്ങിക്കിടക്കുന്നു. കാണാൻ ആളുകൾ തടിച്ചുകൂടി. എല്ലാവർക്കും അതൊരു കൗതുകമായി. അതോടെ അച്ഛൻ തന്റെ തീരുമാനവും അറിയിച്ചു. റേഡിയോ അവിടെ നടക്കണ്ട, കൗതുകമായി അവിടെ തന്നെ കിടന്നോട്ടെ. കുരങ്ങന്മാരുടെ പണിയായിരുന്നു അത്. ഇതുപോലെ നോക്കിയ പലതും കിട്ടും. പാവകളും ടോയ്സും ഒക്കെയും ഉണ്ടാകും. അജയൻ അപർണയോട് പറഞ്ഞു. പെട്ടെന്നാണ് അപർണയ്ക്ക് ഒരു സംശയം തോന്നിയത്. അങ്ങനാണേൽ അച്ഛന്റെ തോക്കും കുരങ്ങന്മാർ എടുത്തുകൊണ്ടുപോവാൻ
സാധ്യതയില്ലേ? സംശയത്തോടെ അപർണ ചോദിച്ചു. അജയൻ ചിരിയോടെ അപർണയോട് തിരികെ പറഞ്ഞു, ഇന്നലെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? മണിയന്റെ കാര്യം. വൈകാതെ മണിയൻ ആളുകളുമായിട്ട് എത്തിയിരുന്നു. മരത്തിന്റെ മുകളിൽ കയറി തോക്ക് തിരയുക. അതിനു വേണ്ടി തന്നെയായിരുന്നു അത്. കുരങ്ങന്മാർ എടുത്തുകൊണ്ടുപോയിട്ടുണ്ടാകും എന്ന സംശയത്തിന്റെ പുറത്ത് തോക്കങ്ങനെ തിരയുവാൻ തീരുമാനിക്കപ്പെട്ടിരുന്നു. വീടിനോട് ചേർന്നുള്ള മരങ്ങളിലും പ്രദേശത്തുമൊക്കെയായി മണിയനും സംഘവും തിരച്ചിൽ നടത്താൻ ആരംഭിച്ചു. കുറേയധികം കളിപ്പാട്ടങ്ങളും മറ്റും അത്തരത്തിൽ കിട്ടുന്നുണ്ടെങ്കിലും തോക്ക് മാത്രം കണ്ടുകിട്ടിയില്ല. അപ്പുപിള്ളയുടെ ജീവിതത്തിലേക്ക് വന്ന അപ്പുപിള്ള തോക്കിന്റെ കാര്യം കാര്യമായി തിരയുന്നുണ്ടായിരുന്നു. അപ്പുപിള്ളയുടെ കയ്യിൽ എപ്പോഴും ചെറിയൊരു കുറിപ്പടിയുണ്ടാകും. പല കാര്യങ്ങളും അദ്ദേഹം അതിൽ കുറിച്ചുവെക്കും. തന്റെ അലമാരയും റൂമുമൊക്കെ കൃത്യമായി പൂട്ടി എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ അപ്പുപിള്ള പുറത്തു പോവാറുള്ളൂ. അന്നും അത്തരത്തിൽ പുറത്തു പോവാൻ അപ്പുപിള്ള തയ്യാറെടുക്കുമ്പോ വാതിലടയുന്നില്ല. ദേഷ്യത്തിൽ അതങ്ങനെ തന്നെ ഇട്ട് അപ്പുപിള്ള കാറെടുത്ത് പുറത്തേക്ക് പോയി. അപ്പുപിള്ള 10-16 കൊല്ലമായി ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തു പോന്നിട്ട് നിലവിൽ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. അധികം പുറത്തൊന്നും പോവാത്ത പ്രകൃതമാണ് അപ്പുപിള്ള. പക്ഷേ അന്ന് കാറെടുത്ത് പോയത് സുമദത്തൻ എന്നുപേരുള്ള ഒരു പരിചയക്കാരനെ കാണാനായിരുന്നു. സുമദത്തിന് ചെറിയ വാറ്റൊക്കെയുണ്ട്. ഫോറസ്റ്റ് വാർഡനെ പോലെ ചെറിയൊരു ജോലിയും. അന്ന് സുമദത്തിനെ കാണാൻ വേണ്ടി അപ്പുപിള്ള വന്നു. അപ്പുപിള്ളയെ സുമദത്തിനും നോക്കിക്കണ്ടിരുന്നു. അന്ന് രാത്രിയിൽ അജയന് ഒരു NGO സംഘവുമായി മീറ്റിംഗ് ഉണ്ടായിരുന്നു. സംഗതി എന്തെന്നാൽ അജയന്റെയും അപർണയുടെയും രണ്ടാം വിവാഹമാണ്. പ്രവീണ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുമായി അജയന്റെ ആദ്യ വിവാഹം നടന്നിരുന്നതായിരുന്നു. അതിലവർക്ക് ചച്ചു എന്ന് പേരുള്ള 7 വയസ്സുകാരൻ മകനുമുണ്ടായിരുന്നു. ഒരു 3 കൊല്ലം മുമ്പാണ് ചച്ചു മിസ്സിംഗ് ആയി. അന്നു മുതൽ അജയൻ ചച്ചുവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പല NGOയുടെയും പോലീസിലും പലതരത്തിലും അവർ ചച്ചുവിനെ അന്വേഷിക്കുന്നുണ്ട്. ചച്ചു കാണാതായതിൽ പിന്നെ 1 കൊല്ലം പിന്നിട്ടപ്പോ രോഗിയായിരുന്ന പ്രവീണ രോഗം മൂർച്ഛിച്ച് മരണപ്പെടുകയായിരുന്നു. അജയന്റെ ഈ പാസ്റ്റൊക്കെ അറിയാവുന്ന അപർണ അജയനെ സപ്പോർട്ട് ചെയ്ത് അജയന്റെ കൂടെ തന്നെ നിന്നിരുന്നു. NGOയുമായി അജയൻ സംസാരിക്കുമ്പോ അപർണ അവിടുത്തെ ചിത്രങ്ങൾ നോക്കിക്കാണുകയായിരുന്നു. കൂട്ടത്തിൽ അപ്പുപിള്ളയും ഒരു കൂട്ടുകാരനും മിലിറ്ററി വേഷത്തിലുള്ള ഫോട്ടോയും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം അജയൻ ഓഫീസിൽ ഡ്യൂട്ടിക്കായി പോയി. അവിടെ വാറ്റ് കൊടുക്കാനെത്തിയ സുമദത്തിനെ അജയൻ നോക്കിക്കാണുന്നുണ്ട്. പിന്നാലെയാണ് ഒരു വാർത്ത പരക്കുന്നത്. അവിടുത്തെ കല്ലേപ്പാത്തി ഫോറസ്റ്റ് റീജിയണിൽ ഒരു ഗൺഫയർ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഫോറസ്റ്റ് സംഘം അങ്ങോട്ടേക്ക് അന്വേഷിക്കാൻ ചെന്നു. ഇതേസമയം അപ്പുപിള്ളയാകട്ടെ അവിടുത്തെ VMC ആശുപത്രിയിൽ പോയിരിക്കുകയായിരുന്നു. എന്തോ ഒരു ഡോക്യുമെന്റ് ചോദിച്ച് തന്റെ പട്ടാള ചിട്ടയുടെ ശാഠ്യത്തിൽ റിസപ്ഷനിൽ അപ്പുപിള്ള ബഹളം കൂട്ടി. നിങ്ങൾ നേരത്തെ വന്നിട്ടില്ലേ ഇതേ ഡോക്യുമെന്റ് ചോദിച്ച് എന്നൊക്കെ അവിടുത്തെ സ്റ്റാഫ് ചോദിച്ചപ്പോ അപ്പുപിള്ള കാർക്കശ്യത്തോടെയായിരുന്നു പെരുമാറിയത്. എന്തായാലും അപ്പുപിള്ള അന്വേഷിച്ചു ചെന്ന ഡോക്യുമെന്റ് അന്ന് അപ്പുപിള്ളയ്ക്ക് കിട്ടുന്നുണ്ട്. മറുവശത്ത് ഗൺഫയർ നടന്നിടത്ത് പോലീസും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാരുമൊക്കെ അന്വേഷണം നടത്താൻ എത്തിയിരുന്നു. മാവോയിസ്റ്റ് സാന്നിധ്യമാണ് എന്ന് സംശയിക്കപ്പെട്ടിരുന്നു. ആ സമയത്താണ് അവിടെ കൂടിയിരുന്ന നാട്ടുകാർ അവിടുണ്ടായിരുന്ന സുമദത്തിന്റെ പാസ്റ്റ് വെച്ച് ചൊറിയാനായി നോക്കുന്നത്. സുമദത്തൻ പണ്ട് ഒരു നക്സലായിരുന്നു. തനിക്കെതിരെ തട്ടിക്കയറിയ നാട്ടുകാരനോട് സുമദത്തനും ദേഷ്യപ്പെട്ടു. ഇതൊക്കെ അജയൻ നോക്കിക്കാണുന്നുണ്ട്. കാര്യം സുമദത്തൻ പഴയ പാസ്റ്റൊക്കെ വിട്ട് നല്ലൊരു മനുഷ്യനായി ഇപ്പോ ജീവിക്കുകയാണെങ്കിലും നാട്ടുകാരത് വിട്ടുകളയില്ലല്ലോ. അത് തന്നെയായിരുന്നു പ്രശ്നവും. അന്വേഷണത്തിനെത്തിയിരുന്ന ഫോറൻസ് ഉദ്യോഗസ്ഥർ അവിടെ ബോർഡിൽ വെടിവെച്ചിരിക്കുന്നത് പിസ്റ്റലോ റിവോൾവറോ വെച്ചിട്ടാണെന്നും വലിയ ഗണ്ണുപയോഗിച്ചിട്ടല്ല എന്നും സാക്ഷ്യപ്പെടുത്തി. അത് കേട്ടതും അച്ഛന്റെ ഗണ്ണുവല്ലോമായിരിക്കോ എന്നൊരു ഭീതി അജയനിൽ ഓടുന്നുണ്ട്. അന്ന് രാത്രിയിൽ അജയൻ പതിവ് പോലെ ചേട്ടനുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. 7:30 അച്ഛൻ മടങ്ങിയെത്തിയിരുന്നില്ല. അച്ഛനെ വിളിച്ചു നോക്കണോ എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോ വേണ്ടെന്നും ചില കാര്യങ്ങൾ സ്വന്തം ചെയ്യണോന്ന് അച്ഛന് വലിയ കാർക്കശക്കാരനാ, സഹായിക്കാൻ ചെന്നാവരെ അച്ഛനത് ഇഷ്ടപ്പെടില്ലെന്നും അജയൻ പറഞ്ഞു വെച്ചു. മറുവശത്ത് അപ്പുപിള്ളയാകട്ടെ കാറിൽ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്തു വരികയായിരുന്നു. ഒരിടത്തെത്തിയപ്പോ വണ്ടി നിന്നുപോയി. വന്ന് നോക്കണമെന്ന് പറഞ്ഞ് അപ്പുപിള്ള അജയനെ വിളിച്ചു. അജയനും അപർണയും കൂടിയായിരുന്നു അപ്പുപിള്ളയുടെ അടുത്തേക്ക് പുറപ്പെട്ടത്. അവിടെ എത്തിയതും അജയൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി. ഒറ്റയടിക്ക് വണ്ടി സ്റ്റാർട്ടായി. തണുപ്പായതുകൊണ്ട് ബാറ്ററി വീക്കായതായിരിക്കും, റീപ്ലേസ് ചെയ്യാറായിട്ടുണ്ടാകും എന്ന് അജയൻ പറഞ്ഞു. ഇതൊക്കെ നിനക്ക് നേരത്തെ ചെയ്തുകൂടെ? ഫോൺ സിഗ്നൽ കിട്ടാത്തിടത്താണ് ഞാൻ പെട്ടുപോയതെങ്കിലോ എന്ന് ചോദിച്ച് അപ്പുപിള്ള ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. പിന്നാലെ അജയന്റെ ഒപ്പം അതേ കാറിൽ കയറി അപ്പുപിള്ള പോന്നു. അപർണയോട് വണ്ടിയെടുത്ത് പുറകെ വരാൻ അജയൻ ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് രാത്രിയിൽ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ അപ്പുപിള്ള എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് കത്തിച്ച് കളയുന്നുണ്ടായിരുന്നു. അപ്പോഴുണ്ടായ തീ ദൂരെ നിന്നും യാദൃച്ഛികമായി അപർണ നോക്കിക്കണ്ടു. ആരോ അവിടുണ്ട് എന്ന അപർണയ്ക്ക് സംശയം തോന്നി. അജയനെയും കൊണ്ട് അപർണ അങ്ങോട്ടേക്ക് പോവാനായി ഇറങ്ങിയെങ്കിലും പെട്ടെന്ന് മഴ പെയ്തതുകൊണ്ട് അവർക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. പിറ്റേന്ന് ആ തീ കണ്ടയിടം അജയനും അപർണയും അപ്പുപിള്ളയും കൂടി സന്ദർശിച്ചു. സംശയം തോന്നി അത് നോക്കുവാൻ ശിവദാസേട്ടനും എത്തിയിരുന്നു. അവിടെ അതുമാത്രമല്ല, മുമ്പ് തൊട്ടേ എന്തൊക്കെയോ കത്തിക്കരിഞ്ഞ് കിടക്കുന്നതിന്റെ ലക്ഷണങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഇതിനു മുമ്പും എന്തൊക്കെയോ കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ടല്ലോ എന്നൊരു സംശയം ശിവദാസേട്ടൻ ആ സമയം പറയുന്നുണ്ട്. തങ്ങളാരും ഇങ്ങോട്ടേക്ക് അധികം വരാറില്ല എന്നായിരുന്നു അജയന്റെ മറുപടി. എവിടം വരെയാ നിങ്ങളുടെ സ്ഥലം എന്ന് ശിവദാസേട്ടൻ ചോദിച്ചു. അപ്പുപിള്ള അതിന് മറുപടിയും പറഞ്ഞു. അതിന്റെ അപ്പുറത്തേക്കോ എന്ന് ചോദിച്ചപ്പോ അതിന്
അതിന്റെ അപ്പുറത്തേക്കും എന്റെ സ്ഥലം തന്നെ ആയിരുന്നു. കുറച്ചുനാൾ മുമ്പ് ഞാനത് വിറ്റു എന്ന് അപ്പുപിള്ള പറഞ്ഞു. ശരിക്കും സ്ഥലത്തിന്റെ അതിരിതൊക്കെയാണോ റീസർവേ നടത്തേണ്ടവരോ എന്ന് ശിവദാസേട്ടൻ ചോദിച്ചത് അപ്പുപിള്ളയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ദേഷ്യത്തിലും ഗൗരവത്തിലും അപ്പുപിള്ള തിരികെ പോയി. ശിവദാസേട്ടൻ പിന്നാലെ അപ്പുപിള്ള വിറ്റ സ്ഥലത്ത് കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അവിടുത്തെ വർക്കേഴ്സ് ആരെങ്കിലും എന്തെങ്കിലും കൂട്ടിയിട്ട് കത്തിച്ചതായിരിക്കും എന്നൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു. പോവാൻ നേരമാണ് ശിവദാസേട്ടൻ ആ കാര്യം പറഞ്ഞത്. അച്ഛനിടയ്ക്ക് സുമതത്തിനെ കാണാൻ പോകുന്നുണ്ടെന്ന് ഒരു ന്യൂസ് ഉണ്ട്. സ്റ്റേഷനിലും അതിനെപ്പറ്റി ഒരു സംസാരമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആ ഗൺഫയർ ഇൻസിഡന്റിന് ശേഷം. എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിലാവുന്നവരെ അച്ഛനോട് ആ കമ്പനി ഒന്ന് വിട്ടുപിടിച്ചേക്കാൻ പറഞ്ഞേരെ, നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നത്തിലേക്ക് പോകുന്നേ എന്ന് ശിവദാസേട്ടൻ സൂചിപ്പിച്ചു. പിന്നാലെ അപർണയും അജയനും തമ്മിൽ ഈ സുമതത്തൻ ചേട്ടനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. സുമതത്തൻ അവരുടെ ഫാമിലി ഫ്രണ്ടിനെ പോലായിരുന്നു. ചെറുപ്പം തൊട്ടേ അജയനോടും ചേട്ടനോടുമൊക്കെ വലിയ താല്പര്യം കാണിച്ചിരുന്ന വ്യക്തി. പണ്ട് അജയന്റെ അച്ഛനും സുമതത്തിനും ഒന്നിച്ച് നെക്സൽ ആക്ടിവിറ്റീസിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു കേസിൽപ്പെട്ട ശേഷം അജയന്റെ മുത്തച്ഛൻ അച്ഛനെ ബലമായി ഇതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുകയായിരുന്നു. പിന്നീടായിരുന്നു അദ്ദേഹം മിലിറ്ററിയിൽ പോകുന്നതും ഇത്തരത്തിൽ സ്ട്രിക്റ്റായ മറ്റൊരു മനുഷ്യനായി മാറുന്നതും. സുമതത്തിന് ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് മനുഷ്യനാണെന്നും അത്ര പ്രശ്നക്കാരനൊന്നുമല്ല എന്നും അജയൻ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നാലെയാണ് അങ്ങോട്ടേക്ക് ശിവദാസേട്ടൻ എത്തുന്നത്. ചച്ചുവിന്റെ കാര്യത്തിൽ കർണാടകയിൽ നിന്നൊരു മെയിലുണ്ട് എന്ന് ശിവദാസേട്ടൻ അറിയിച്ചു. വൈകാതെ അവർ കർണാടകയ്ക്ക് പുറപ്പെട്ടു. ട്രെയിനിൽ പോകുമ്പോ ശിവദാസേട്ടൻ ചച്ചുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ അപർണയോട് പറഞ്ഞു. ചച്ചു മിസ്സിംഗ് ആയി കഴിഞ്ഞ് അടുത്ത 2 ദിവസങ്ങളിൽ പൊള്ളാച്ചിയിൽ വെച്ചും തിരുപ്പൂർ വെച്ചും ചച്ചുവിനെ കണ്ടതായി റിപ്പോർട്ട് ചെയ്ത ആളുകളുണ്ട്. അന്നൊക്കെ ചച്ചുവിനെ കണ്ടെത്താൻ ഞങ്ങൾ അത്രയധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. പ്രവീണയുടെ സഹോദരൻ അവർക്കൊപ്പം യാത്രയിലുണ്ടായിരുന്നു. ഈ നീണ്ടു നിൽക്കുന്ന ബുദ്ധിമുട്ടൊന്നും ചേച്ചിക്ക് അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ എന്നൊരു സങ്കടത്തിൽ അവൻ അപർണയോട് പറയുന്നുണ്ട്. ട്രെയിനിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്ന അജയന്റെ കണ്ണുകളിലും ചച്ചുവിനെ ഓർത്ത് വലിയ ദുഃഖമുണ്ടായിരുന്നു. ചച്ചുവിനെപ്പറ്റി നിറ കണ്ണുകളോടെ അജയൻ അപർണയോട് സംസാരിച്ചു. ഇതേ സമയം മറുവശത്ത് വീട്ടിൽ അപ്പുപിള്ളയാകട്ടെ ചച്ചുവിന്റെ ഫോട്ടോ നോക്കിക്കാണുന്നുണ്ടായിരുന്നു. ചച്ചുവിനെപ്പറ്റി അപ്പുപിള്ളയും തന്റേതായ രീതിയിൽ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ചച്ചുവിനെ കാണാതായ ദിവസത്തെ പത്രവാർത്തകളെടുത്ത് അത് മുഴുവൻ അപ്പുപിള്ള പരിശോധിക്കാൻ തുടങ്ങി. ഇതേ സമയം കർണാടകയിൽ പോലീസ് പറഞ്ഞ മോർച്ചറിയിലേക്ക് ചച്ചുവിന്റെ മൃതദേഹം തിരിച്ചറിയാൻ അജയനും മറ്റുള്ളവരും എത്തിയിരുന്നു. അവിടെ കണ്ടത് ചച്ചുവിന്റെ മൃതദേഹമായിരുന്നില്ല. തെല്ല ആശ്വാസത്തോടെ അവർ മടങ്ങി. ചച്ചുവിനെപ്പറ്റി അന്വേഷിക്കുകയായിരുന്ന അപ്പുപിള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ സുമതത്തിനെ കാണുവാൻ ചെന്നു. അവിടെ നിന്നും തിരികെ എത്തിയ ശേഷം ഒരു സംഭവമുണ്ടായി. വീട്ടിൽ സർവേക്ക് ഒരു ലേഡി വന്നിരുന്നു. അന്ന് നടന്ന അച്ഛന്റെ പെരുമാറ്റത്തിൽ അപർണയ്ക്ക് കുറെ കാര്യങ്ങളിൽ സംശയം തോന്നി. അന്ന് രാത്രിയിൽ തന്റെ സംശയങ്ങളെപ്പറ്റി അപർണ അജയനോട് സംസാരിച്ചു. അച്ഛനെന്തോ ഓർമ്മക്കുറവുള്ള പോലെ. അച്ഛന്റെ ഫോണിൽ ആകെ 10 കോണ്ടാക്റ്റേ ഉള്ളൂ. എല്ലാവരുടെയും ഫുൾ നെയിമും ബ്രാക്കറ്റിൽ അവർ തന്റെ ആരാണ് എന്ന തരത്തിലും കൃത്യമായി അച്ഛൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. തന്റെ സംശയങ്ങളെപ്പറ്റി അപർണ സംസാരിച്ചിരിക്കെ അപ്പുപിള്ള അങ്ങോട്ടേക്ക് ദേഷ്യത്തിൽ കടന്നു വന്നു. ആശാരിയെ വിളിക്കാൻ പറഞ്ഞിട്ട് നീ വിളിച്ചോ എന്ന തരത്തിൽ അജയനോട് അപ്പുപിള്ള കുറച്ച് കാർക്കശ്യത്തോട് ചോദിച്ചു. ഇല്ലെന്ന് അജയൻ പറഞ്ഞതും അപ്പുപിള്ള ദേഷ്യപ്പെടുന്നുണ്ട്. എത്രയും വേഗം തന്റെ വാതിൽ ശരിയാക്കണം എന്ന് അപ്പുപിള്ള ആവശ്യപ്പെട്ടു. പോകുമ്പോ അപർണയെ രൂക്ഷമായി അപ്പുപിള്ള ഒന്ന് നോക്കിയിരുന്നു. നീ അച്ഛന്റെ മുറിയിൽ കയറിയോ എന്നച്ഛൻ പോയതിനു പിന്നാലെ അജയൻ അപർണയോട് ചോദിച്ചു. കയറിയെന്ന് പറഞ്ഞതും അച്ഛനത് ഇഷ്ടമാവില്ല എന്ന് അജയൻ പറഞ്ഞു. വീട്ടിലുള്ള ഒരാളുടെ മുറിയിൽ മറ്റൊരാൾ കയറിയ എന്താ പ്രശ്നമെന്ന് വളരെ കാഷ്വലായാണ് അപർണ തിരക്കിയത്. അതിലെന്തോ പന്തികേടില്ലേ എന്നും അപർണ ചോദിച്ചപ്പോ അച്ഛനതൊന്നും ഇഷ്ടമല്ല എന്ന് മാത്രം പറഞ്ഞ് അജയൻ അവിടെ നിന്ന് മാറി. അപർണ പിന്നാലെ ചെന്നു. തന്റെ സംശയങ്ങൾ അജയനോട് സൂചിപ്പിക്കാൻ തുടങ്ങി. അപ്പുപിള്ളയ്ക്ക് എന്തോ കാര്യമായ പ്രശ്നങ്ങളുണ്ട്. ഇൻസുലിൻ ടാബ്ലറ്റ് മാത്രമല്ല അപ്പുപിള്ള കഴിക്കുന്നത്, ന്യൂറോ ടാബ്ലറ്റുകളും കഴിക്കുന്നുണ്ട്. പല ആളുകളോടും അച്ഛൻ പെരുമാറുന്നത് വളരെ വിചിത്രമായിട്ടാണ്. അച്ഛന്റെ സുഹൃത്തായ ആ ആർമിക്കാരൻ കഴിഞ്ഞൊരു ദിവസം വന്നിരുന്നല്ലോ. അന്നച്ഛൻ വളരെ പരിഭ്രാന്തിയോടെയായിരുന്നു കാണപ്പെട്ടത്. അയാൾ ഓരോന്ന് സംസാരിക്കാൻ ചോദിക്കുകയും ചെയ്യുമ്പോ അച്ഛൻ കയ്യിലിരുന്ന് നോട്ട് നോക്കി അതിൽ വായിച്ചിട്ടൊക്കെയാ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നേ. ഓർക്കുന്നില്ലേ അന്ന് കാർ സ്റ്റാർട്ട് ആവുന്നില്ല എന്ന് പറഞ്ഞ അച്ഛൻ വിളിച്ചത്? അത് ശരിക്കും കാർ സ്റ്റാർട്ട് ആവാനിട്ടാണെന്ന് തോന്നുന്നില്ല. ഇങ്ങോട്ടേക്ക് വരാനുള്ള വഴി അച്ഛൻ മറന്നുപോയതുപോലെയാ തോന്നുന്നത്. കാരണം 2 വഴിക്ക് പിരിയുന്നിടത്തല്ലേ അച്ഛൻ നിന്നിരുന്നേ. വണ്ടി ഈസിയായി സ്റ്റാർട്ട് ആവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നത് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണോന്നാ ചേട്ടാ അപർണ പറഞ്ഞു നിർത്തി. അജയൻ പിന്നാലെ അപർണയോട് തനിക്കറിയാവുന്ന സത്യം പറഞ്ഞു. അച്ഛന് ശരിക്കും കുറച്ച് ഓർമ്മക്കുറവിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതാദ്യം കണ്ടതും മനസ്സിലാക്കിയതും ചച്ചുവായിരുന്നു. ചച്ചുവാണ് എന്നോട് ആദ്യമായിട്ട് ഇതൊക്കെ പറയുന്നതും. അച്ഛനെ അവർ ശ്രദ്ധിച്ചു. കാര്യം സത്യമാണെന്ന് മനസ്സിലാക്കി. പിന്നാലെ അച്ഛനോട് ആ കാര്യം അവർ അവതരിപ്പിച്ചു. അച്ഛനന്ന് വല്ലാതെ വയലന്റ് ആവുകയായിരുന്നു ചെയ്തത്. ആയിടയ്ക്കായിരുന്നു അച്ഛന്റെ കൂടെ ആർമിയിലുണ്ടായിരുന്ന ജേക്കബ് അങ്കിൾ അച്ഛനെ കാണുവാനെത്തുന്നത്. അന്നാണ് ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും അജയൻ മനസ്സിലാക്കുന്നത്. അച്ഛനെ യാഥാർത്ഥ്യത്തിൽ ഓർമ്മക്കുറവിന്റെ പേരിൽ ആർമിയിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് അത്രയും വർഷങ്ങൾ പിന്നിട്ടിട്ടും തന്റെ ഓർമ്മക്കുറവുള്ള കാര്യം ആരെയും അറിയിക്കാതെ എന്തൊക്കെയോ ട്രിക്കുകൾ ഉപയോഗിച്ച് അച്ഛൻ വലിയ തോതിൽ അത് മാനേജ് ചെയ്തിരുന്നു. അജയന് പോലും അത് മനസ്സിലായിട്ടില്ലായിരുന്നു എന്ന് അജയൻ അന്ന് ജേക്കബ് അങ്കിളിനോട് പറഞ്ഞപ്പോ
ജേക്കബ് തന്റെ അതിശയം പ്രകടിപ്പിച്ചു. അത്രയും പറഞ്ഞ ശേഷം അജയൻ തുടർന്നു പറഞ്ഞു, ആർമിയിൽ നിന്ന് പോന്നിട്ട് അച്ഛൻ 16 കൊല്ലത്തോളമായി. ഈ 16 കൊല്ലവും അച്ഛൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ ഓർമ്മ പ്രശ്നങ്ങൾ മറ്റാരും അറിയാതിരിക്കുവാനാണ്. ഒറ്റയ്ക്ക് അതിനെയൊക്കെ ഡീൽ ചെയ്യുവാൻ. എന്തുമാത്രം സ്ട്രഗിളിലൂടെയായിരിക്കും അച്ഛൻ കടന്നുപോകുന്നത്. വേറെ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അച്ഛന്റെ ഡിഗ്നിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത് അച്ഛന് പറ്റില്ല. അച്ഛന്റെ ഈഗോ കൊണ്ടായിരിക്കാം. പക്ഷേ അച്ഛന് വേണ്ടത് അതാണെങ്കിൽ അച്ഛന്റെ കൂടെ നിൽക്കുവല്ലേ വേണ്ടത്, അജയൻ പറഞ്ഞു വെച്ചു. എന്തായാലും ആ സംഭവം അപർണയുടെ മനസ്സിൽ കുറച്ച് സംശയങ്ങൾക്ക് തിരികൊളുത്തുകയായിരുന്നു. പറമ്പിലെ കത്തിച്ചു കളഞ്ഞ പേപ്പറുകളെ പറ്റിയും പല കാര്യങ്ങളും അപർണയ്ക്കുള്ളിൽ സംശയങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം അജയന്റെ ലാപ്ടോപ്പിൽ ചച്ചുവിന്റേതടക്കം പഴയ വീഡിയോസ് നോക്കിക്കാണുമ്പോ ചച്ചുവും അച്ഛനും എങ്ങനായിരുന്നു എന്ന് അപർണ തിരക്കി. ചച്ചുവിന് 2.5 വയസ്സുള്ളപ്പോഴ പ്രവീണയ്ക്ക് രോഗം ഡയഗ്നോസ് ചെയ്യുന്നേ. പിന്നീട് ചികിത്സയ്ക്കായി ഞാനും പ്രവീണയും മൊത്തം ഓട്ടത്തിലായിരുന്നു. അന്ന് അച്ഛനായിരുന്നു ചച്ചുവിനെ ടേക്ക് കെയർ ചെയ്തത് മുഴുവൻ. തന്റെ ഒരു സംശയം അപർണ ആ സമയം അജയനോട് ഉന്നയിച്ചു. അച്ഛൻ മറന്നുപോയ കൂട്ടത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടാവുമോ? അതായത് ചച്ചു മിസ്സിംഗ് ആയതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഒരു ചോദ്യം അജയനെ ഒരു നിമിഷം കുഴപ്പിക്കുന്നതായിരുന്നു. ഇതേ സമയം അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നു. ആരെയും അടുപ്പിക്കരുത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ ആയിടത്തേക്ക് പുറപ്പെട്ടു. മറുവശത്ത് അപർണ തന്റെ സംശയങ്ങൾ അജയനോട് ചോദിക്കുകയാണ്. അന്ന് അജയനും പ്രവീണ ചേച്ചിയും ആശുപത്രി പോയേക്കല്ലായിരുന്നോ? വൈകിട്ട് തിരിച്ചു വന്നപ്പോഴല്ലേ ചച്ചുവിനെ കാണാനില്ല എന്നറിയുന്നത്? അതായത് അച്ഛനും ചച്ചുവും മാത്രമുള്ളപ്പോഴല്ലേ ചച്ചുവിനെ കാണാതാവുന്നേ? അന്ന് ശരിക്കും ചച്ചുവിനെന്താ സംഭവിച്ചത് എന്നച്ഛൻ അറിയാമെങ്കിലോ? അച്ഛനത് മറന്നുപോയതാണെങ്കിലോ? അപർണയുടെ ആ ചോദ്യം അജയനെ വീർപ്പുമുട്ടിക്കാൻ ആരംഭിച്ചു. അപ്പോഴേക്കും അവരുടെ പറമ്പിനോട് ചേർന്ന ഭാഗത്ത് പോലീസ് വാഹനം എത്തിച്ചേരുന്നുണ്ടായിരുന്നു. ആളുകൾ തടിച്ചുകൂടുന്നു. അപ്പുപിള്ള വിറ്റ സ്ഥലത്ത് നിന്ന് എന്തോ ഒന്ന് കണ്ടെടുക്കപ്പെട്ടിരുന്നു. അജയനും അപർണയും അങ്ങോട്ടേക്ക് വന്നെത്തി നിന്നു. ശിവദാസേട്ടൻ അവരുടെ അടുത്തേക്ക് വന്നു. ഫൗണ്ടേഷന് വേണ്ടി കുഴിയെടുക്കുമ്പോ ജോലിക്കാര് കണ്ടതാ എന്ന് ശിവദാസേട്ടൻ പറഞ്ഞു. ആരുടെയാ ശിവദാസേട്ട? അജയൻ ഇടറുന്ന ശബ്ദത്തോട് ചോദിച്ചു. ശിവദാസേട്ടൻ പറഞ്ഞു, ഫോറൻസിക്കുകാർ വന്നിട്ട് ഫർദർ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുകയുള്ളൂ. വൈകാതെ അവിടെ കണ്ടെടുക്കപ്പെട്ടത് എന്താണെന്ന് വ്യക്തമാവുകയായിരുന്നു. കുട്ടിയുടെ വലിപ്പമുള്ള ഒരു അസ്ഥികൂടം. അവിടുത്തെ ആൾക്കൂട്ടവും മറ്റും കണ്ട് ഇതേ സമയം വീടിന് മുകളിലെ ബാൽക്കണിയിൽ നിന്ന് ആശങ്കയോടെ അപ്പുപിള്ള നോക്കുന്നുണ്ടായിരുന്നു. അധികം വൈകാതെ ഫോറസ്റ്റുകാരെത്തി സ്കെലറ്റൻ പരിശോധിച്ചു. അപ്പോഴാണ് ഒരു കാര്യം വ്യക്തമാകുന്നത്. ആ സ്കെലറ്റൻ ഒരു മനുഷ്യക്കുട്ടിയുടേതല്ല, മറിച്ചൊരു കുരങ്ങന്റേതാണ്. പക്ഷേ പ്രശ്നം അവിടെ അവസാനിക്കുന്നുണ്ടായിരുന്നില്ല. കുരങ്ങൻ കൊല്ലപ്പെട്ടത് ബുള്ളറ്റ് ഏറ്റിട്ടാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ടിൽ വന്നു. അതോടെ അപ്പുപിള്ളയുടെ കാണാതായ പിസ്റ്റളുമായി കണക്ട് ചെയ്ത് അതിൽ സംശയങ്ങൾ ഉയരാൻ തുടങ്ങി. ഈ വിവരമൊക്കെ അജയൻ അറിയുമ്പോ അപ്പുപിള്ള കാര്യമായ എന്തോ തിരച്ചിലായിരുന്നു. എന്തോ അപ്പുപിള്ള കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപർണയും അപ്പുപിള്ളയുടെ ഈ പ്രവൃത്തി നിരീക്ഷിക്കുന്നുണ്ട്. പിന്നാലെ അപർണ അജയനോട് ഈ നടന്ന കാര്യങ്ങൾ കൊണ്ട് തങ്ങൾക്കെന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്ന തരത്തിൽ തിരക്കി. കുരങ്ങൻ കൊല്ലപ്പെട്ടത് 3 കൊല്ലങ്ങൾക്ക് മുമ്പാണെന്നും നമ്മൾ സ്ഥലം വെക്കുന്നതിന് മുമ്പാണ് അത് സംഭവിച്ചിട്ടുള്ളതെന്നും അതുകൊണ്ട് കേസിൽ നമ്മുടെ ഇൻവോൾവ്മെന്റ് വരുമെന്നും അജയൻ അപർണയോട് പറഞ്ഞു. മാത്രമല്ല കുരങ്ങൻ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യവും അപർണയെ അറിയിച്ചു. പോലീസിന്റെ സംയുക്ത അന്വേഷണത്തിൽ കുരങ്ങന്റെ ശരീരത്തിൽ കയറിയ ബുള്ളറ്റ് അപ്പുപിള്ളയുടെ ഗണ്ണിലെ ബുള്ളറ്റുമായി സാമ്യമുള്ളതാണ് എന്ന് തെളിഞ്ഞു വന്നു. ആ അന്വേഷണത്തിൽ ചച്ചുവിന്റെ മിസ്സിംഗ് കേസും ഉയർന്നു വന്നു. ഇതിനിടയിൽ അജയനും അച്ഛനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അപ്പുപിള്ള സുമതത്തിനെ കണ്ടുവരുന്ന വഴിയിൽ അജയൻ അച്ഛനെ പിക്ക് ചെയ്തു. പോരുമ്പോ കുരങ്ങൻ കൊല്ലപ്പെട്ട കാര്യവും കുരങ്ങന്റെ ശരീരത്തിൽ കണ്ട ബുള്ളറ്റ് അച്ഛന്റെ തോക്കിലെ ബുള്ളറ്റുമായി സാമ്യമുള്ളതാണെന്നും അജയൻ അച്ഛനോട് പറഞ്ഞു. ഒരു ചോദ്യ രീതിയിലായിരുന്നു അജയന്റെ ആ സംസാരമൊക്കെ. അപ്പുപിള്ളയ്ക്ക് അതത്ര ഇഷ്ടപ്പെട്ടില്ല. അടുത്ത ദിവസം അപ്പുപിള്ള VMC ആശുപത്രിയിൽ പോയിരുന്നു. അവിടെ നിന്നൊരു ഡോക്യുമെന്റ് ചോദിച്ച് ബഹളം കൂട്ടാൻ ആരംഭിച്ചു. ഒടുവിൽ റിസപ്ഷനിസ്റ്റിന്റെ അടുത്ത് നിന്ന് ഒച്ചയൊക്കെ ഉണ്ടാക്കിയ ശേഷമായിരുന്നു അപ്പുപിള്ളയ്ക്ക് അപ്പുപിള്ള ചോദിച്ച ഡോക്യുമെന്റ് കിട്ടിയത്. അത് കിട്ടിയതും അപ്പുപിള്ള അത് ഉടൻ തന്നെ എടുത്തു നോക്കി. അതിൽ എന്തോ അപ്പുപിള്ള മാർക്കും ചെയ്തു വെച്ചു. എന്തോ ഒന്നും മനസ്സിലായ ആശ്വാസം അപ്പുപിള്ളയുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നാലെ അപ്പുപിള്ള കാറിലെത്തി. ടു ഡു ലിസ്റ്റ് എന്ന തരത്തിൽ അപ്പുപിള്ള എഴുതി വെച്ചിരുന്ന ചെറിയൊരു നോട്ട്ബുക്ക് എടുത്തു. അതിലൊന്നിൽ ടിക്ക് ചെയ്തു. തിരികെ കാർ ഓടിച്ച് അപ്പുപിള്ള വരുന്ന വഴിക്ക് മുമ്പൊരിക്കൽ വണ്ടി ഓഫായി പോയി എന്ന് പറഞ്ഞ അപ്പുപിള്ള അജയനെ വിളിച്ച ഇടമുണ്ടല്ലോ അവിടെ എത്തിയപ്പോൾ റോഡ് കൺഫ്യൂസ്ഡായി വണ്ടി നിർത്തി. പെട്ടെന്ന് തന്നെ അതുവഴി ഒരു ബസ് വന്നതുകൊണ്ട് ബസിന്റെ ബോർഡ് വായിച്ച് സ്ഥലത്തേക്കുള്ള വഴി മനസ്സിലാക്കി അപ്പുപിള്ള അങ്ങോട്ടേക്ക് തിരിച്ചു. അപ്പുപിള്ള അന്ന് വീട്ടിലേക്ക് എത്തുമ്പോ പുറത്തൊരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആളെ കണ്ട് അപ്പുപിള്ളയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ചെറിയൊരു പരിചയഭാവം കാണിച്ച് ആശങ്കയോടെ അപ്പുപിള്ള വീടിനകത്തേക്ക് കയറി. അകത്തെത്തിയതും വീടിന്റെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ആർമി ഫോട്ടോയെപ്പറ്റി അമർത്തലാൽ എന്ന അയാൾ സംസാരിച്ചതും അപ്പുപിള്ളയുടെ കൂട്ടുകാരനായ പരിചയക്കാരൻ ആർമി ഓഫീസറാണത് എന്ന തരത്തിൽ അപ്പുപിള്ള അയാളെ മനസ്സിലാക്കി. തന്റെ മുറിയിലേക്ക് അപ്പുപിള്ള എത്തി.
ഡ്രോ തുറന്നു. അതിൽ ചെറിയ ചെറിയ ഓരോ ബുക്കുകൾ ഉണ്ടായിരുന്നു. ഓരോ ബുക്കിലും ഓരോ വ്യക്തികളെ പറ്റിയുള്ള വിവരങ്ങൾ കൃത്യമായി അപ്പുപിള്ള കുറിച്ചു വെച്ചിട്ടുണ്ട്. അയാളുടെ പേര് അമൃത്ലാൽ എന്നാണ് എന്ന് ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കിയതും അയാളെ പറ്റി എഴുതിയിരുന്ന ബുക്കുകളെടുത്ത് അപ്പുപിള്ള വായിച്ചു. അയാൾ ആരാണ്, എന്താണ് എന്നൊക്കെ കുറിച്ചു വെച്ചിരുന്നത് നിരീക്ഷിച്ചു. പിന്നാലെ ലാസ്റ്റ് ബുക്കും കയ്യിലെടുത്ത് അയാളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. അതിലെഴുതിയിരുന്ന വിവരങ്ങൾ വെച്ച് തനിക്ക് ഓർമ്മക്കുറവുണ്ട് എന്ന് തോന്നിക്കാത്ത ഭാവത്തിൽ അപ്പുപിള്ള അയാളോട് സംസാരിക്കാൻ തുടങ്ങി. അയാളും തിരികെ സംസാരിച്ചു. പഴയ മിലിറ്ററി കഥകളൊക്കെ ഓർത്തെടുത്ത് പറയുന്ന പോലെ അമൃത്ലാൽ പറയാനും തുടങ്ങി. പക്ഷേ തന്റെ കയ്യിലുള്ള കുറിപ്പ് വായിക്കുന്നതിനിടയിൽ താൻ തന്നെ എഴുതിവെച്ച ചില കാര്യങ്ങൾ അപ്പുപിള്ള കണ്ടു. അമൃത്ലാല് കഥകൾ ഉണ്ടാക്കി പറയുന്ന പോലെ സംശയമുണ്ട്. അടുത്ത തവണ വരുമ്പോൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. അത് വായിച്ചതും അപ്പുപിള്ള കുറച്ചുകൂടി കോൺഷ്യസ് ആയി. അമൃത്ലാല് പറയുന്ന കഥകളിലെ വൈരുദ്ധ്യങ്ങൾ അപ്പുപിള്ള ആലോചിക്കാൻ തുടങ്ങി. അതിൽ തോന്നിയ കൺഫ്യൂഷൻസ് അപ്പുപിള്ള ചോദിച്ചതും അമൃത്ലാല് നുണ പറയുകയാണ് എന്ന തരത്തിൽപ്പെട്ടു. ആർമി ഉദ്യോഗസ്ഥനായി അഭിനയിച്ചെത്തിയ അമൃത്ലാലിന് മറ്റെന്തോ ലക്ഷ്യമുണ്ട് എന്ന് അപ്പുപിള്ള മനസ്സിലാക്കിയിരുന്നു. അപ്പുപിള്ള അമൃത്ലാലിനെ ചോദ്യം ചെയ്തതും അമൃത്ലാൽ വേഗത്തിൽ അവിടെ നിന്ന് പോവാൻ ശ്രമിച്ചു. അമൃത്ലാലിനെ അപ്പുപിള്ള പിടിച്ചു നിർത്താൻ ശ്രമിച്ചതും അവിടെ ചെറിയൊരു കയ്യാങ്കളി നടക്കുകയാണ്. ഇരുവരും താഴേക്ക് തെറിച്ചു വീണു. അപ്പുപിള്ളയുടെ ഓർമ്മ പെട്ടെന്ന് മങ്ങിയിരുന്നു. അമൃത്ലാൽ വീണെടുത്തായിരുന്നു അമൃത്ലാലിനെ പറ്റി അപ്പുപിള്ള എഴുതിവെച്ച ബുക്കുണ്ടായിരുന്നത്. അത് കണ്ട അമൃത്ലാൽ അതിൽ നിന്നും അപ്പുപിള്ള അവസാനമായി എഴുതിവെച്ചിരുന്ന അമൃത്ലാലിന് സംശയമുണ്ട്, അയാൾ നുണ പറയുകയാണോ എന്ന് സംശയമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പേപ്പറുകൾ പറിച്ചെടുത്തു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പുറത്തു പോയിരുന്ന അജയും അപർണയും എത്തിച്ചേർന്നിരുന്നു. ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അമൃത്ലാൽ അവർക്ക് മുമ്പിൽ പെരുമാറി. അപ്പുപിള്ളയ്ക്കും പെട്ടെന്നുള്ള മറവിയിൽ ഒന്നും ഓർക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നാലെ അമൃത്ലാൽ അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോരുകയും ചെയ്തു. അടുത്ത ദിവസമാണ് മറ്റൊന്ന് സംഭവിക്കുന്നത്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സായ രണ്ടുപേർക്ക് ഒരു കുരങ്ങൻ തോക്കുമായി ഇരിക്കുന്നതിന്റെ ഒരു ചിത്രം ലഭിച്ചു. ഫോറസ്റ്റ് ഓഫീസിലും വിവരമെത്തി. കാര്യങ്ങളാകെ കൈവിട്ടു പോകുന്നു എന്ന ഘട്ടത്തിലേക്കായി. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. അത് അപ്പുപിള്ളയുടെ തോക്കായിരിക്കുമോ എന്ന തരത്തിലും സംശയങ്ങൾ ഉയർന്നു. ന്യൂസിലൂടെ കാര്യങ്ങൾ പുറത്തേക്ക് പോവാനും ആരംഭിച്ചിരുന്നു. ലോക്കൽ പോലീസും ഇൻവോൾവ് ആയി. അപ്പുപിള്ളയെ വിളിച്ചു വരുത്തി അത് അപ്പുപിള്ളയുടെ തോക്ക് തന്നെയാണോ എന്ന് പോലീസ് പരിശോധിച്ചു. ആണെന്ന് അപ്പുപിള്ള ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ അതൊരു ടോയ് ഗണ്ണാവാനും സാധ്യതയുണ്ട് എന്ന നിഗമനമായിരുന്നു പോലീസിന്റേത്. പബ്ലിക് ത്രെട്ട് ആയതുകൊണ്ട് തന്നെ കാര്യം സീരിയസ് ആയിരുന്നു. ഇതേസമയം മറുവശത്ത് അപ്പുപിള്ളയാകട്ടെ അപ്പുപിള്ള അന്വേഷിച്ചുകൊണ്ടിരുന്ന തോക്കുമായും ചച്ചുവുമായും ബന്ധപ്പെട്ട വിവരങ്ങളുടെ കണ്ടെത്തലുകൾ അടങ്ങിയ പേപ്പറുകൾ പറമ്പിലേക്ക് എടുത്തുകൊണ്ടുവന്ന് കത്തിക്കാൻ തുടങ്ങുകയായിരുന്നു. അപർണ മറന്നു നിന്ന് അത് നോക്കിക്കണ്ടിരുന്നു. കത്തിച്ച ശേഷം അപ്പുപിള്ള പോയതും അപർണ അങ്ങോട്ടേക്കെത്തി തീ കെടുത്തുവാനും പേപ്പർ സുരക്ഷിതമാക്കി നോക്കുവാനും ആരംഭിച്ചു. പക്ഷേ അപ്പുപിള്ള അത് കണ്ടെത്തി അപർണയെ തടയാൻ ശ്രമിച്ചു. അവർ തമ്മിൽ ഒരു പിടിവലി നടന്നു. ഈ സമയം ഇത് കണ്ട് അജയൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുകയും രണ്ടുപേരെയും പിടിച്ചുമാറ്റാൻ നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ അപ്പുപിള്ളയും അപർണയും രണ്ടു വശത്തേക്കായി തെറിച്ചു താഴെ വീണതും അപ്പുപിള്ള ബാക്കിയൊക്കെ മറന്നിരുന്നു. അച്ഛനാണ് ഇവിടെ തീ കത്തിക്കുന്നത് എന്നൊക്കെ അപർണ അജയനോട് പറഞ്ഞു നിൽക്കെ അവർ വഴക്കിടുകയാണ് എന്ന് കരുതിയ അപ്പുപിള്ള നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടേ അത് മുറിക്കകത്ത് വെച്ച് പറഞ്ഞു തീർത്തോളണം, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അവിടെ നിന്ന് വീട്ടിലേക്ക് നടന്നുപോയി. അപർണ പറഞ്ഞു അച്ഛൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് അജയേട്ടാ. അജയന് സങ്കടവും ദേഷ്യവും വന്നു. അതെ, ഇനി നീയും കൂടി പറഞ്ഞോ, അല്ലേലെ അച്ഛനെ പറ്റി നാട്ടിൽ 100 കഥകളുണ്ട്. എല്ലാവർക്കും അപ്പുപിള്ള ഒരു കൗതുകം നിറഞ്ഞ ക്യാരക്ടറാ. പക്ഷേ എനിക്ക് അദ്ദേഹം എന്റെ അച്ഛനാ. അതും പറഞ്ഞ് അജയൻ അവിടെ നിന്ന് നടന്നുപോയി. ഈ സമയമായിരുന്നു പോലീസ് വീട്ടിലേക്ക് എത്തുന്നത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി അവർ അപ്പുപിള്ളയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി. കുരങ്ങന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നല്ലോ. അതിൽ അപ്പുപിള്ളയുടെ തോക്കിലേതെന്ന പോലെ ഒരു ബുള്ളറ്റും ഉണ്ടായിരുന്നു. വാച്ചർ സുമദത്തിനെ ചോദ്യം ചെയ്തപ്പോ ചില കാര്യങ്ങൾ ഫോറസ്റ്റ് ഓഫീസർക്കും പോലീസിനും മനസ്സിലായിരുന്നു. അതിനെ തുടർന്നായിരുന്നു അപ്പുപിള്ളയുടെ ഈ ചോദ്യം ചെയ്യൽ. സുമദത്തൻ എന്താ പറഞ്ഞതെന്നറിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി മാനേജ് ചെയ്യായിരുന്നു എന്ന് ശിവദാസേട്ടൻ പറഞ്ഞറിഞ്ഞ അജയൻ സുമദത്തിനെ കാണുവാൻ വേണ്ടി പുറപ്പെട്ടു ചെന്നു. സുമദത്തിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അപ്പുപിള്ളയെ ഓഫീസർ ചോദ്യം ചെയ്യുകയായിരുന്നു. മറുവശത്ത് സുമദത്തൻ അജയനോട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. 3 കൊല്ലങ്ങൾക്ക് മുമ്പ് റേഞ്ച് ഓഫീസറുടെ ഓഫീസിൽ പോയ ശേഷം അപ്പുപിള്ളയെ കാണുവാൻ സുമദത്തൻ അപ്പുപിള്ളയുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോഴായിരുന്നു ഒരു വെടിയൊച്ച കേട്ടത്. കുരങ്ങന്മാരുടെ കരച്ചിലും. വീട്ടിലേക്ക് സുമദത്തൻ ഓടിയെത്തുമ്പോൾ കണ്ടത് ചച്ചുവിനെ പൊതിരത്തല്ലുന്ന അപ്പുപിള്ളയെയാണ്. സുമദത്തൻ ഓടിച്ചെന്ന് അപ്പുപിള്ളയെ തടഞ്ഞു. പിന്നെയാണ് സുമദത്തൻ കാര്യം മനസ്സിലാക്കുന്നത്. പൂട്ടിവെച്ചിരുന്ന അപ്പുപിള്ളയുടെ തോക്ക് ചച്ചു തുറന്നെടുത്തിരുന്നു. അതുമായി വന്നിട്ട് ചച്ചുവാണ് വെടിയുതിർത്തത്. ചച്ചുവിന്റെ വെടിയേറ്റ് ഒരു കുരങ്ങ് ചത്തുവീണിരുന്നു. ലോക്ക് ചെയ്തു വെച്ചിരുന്ന തോക്ക് അൺലോക്ക് ചെയ്തിട്ടാണ് ചച്ചു അത് പ്രവർത്തിച്ചത്. അതായിരുന്നു അപ്പുപിള്ളയെ അത്രമേൽ കുപിതനാക്കിയത്. അജയനും പ്രവീണയും അപ്പോൾ പ്രവീണയുടെ ചികിത്സയ്ക്കായി പുറത്തു പോയിരിക്കുകയുമായിരുന്നു. സുമദത്തൻ ബോധപൂർവം ആലോചിച്ചു, കുരങ്ങിനെ കൊന്ന കാര്യം പുറത്തറിഞ്ഞാൽ വലിയ കേസാവും. അതുകൊണ്ട് ആരുമറിയാതെ സുമദത്തൻ കുരങ്ങിനെ പറമ്പിൽ കുഴിച്ചിട്ടു. സുമദത്തൻ അതൊക്കെ കഴിഞ്ഞ് തിരികെ വന്നപ്പോ ചച്ചുവിന്റെ പിറന്നാളാണെന്ന് പറഞ്ഞ് അപ്പുപിള്ള സുമദത്തിന് പായസം കൊടുത്തു. മുമ്പ് നടന്നതൊന്നും നടന്നിട്ടേ ഇല്ലാത്ത പോലെ
പോലായിരുന്നു അപ്പുപിള്ളയുടെ പെരുമാറ്റം. ആദ്യം വിചിത്രമായി സുമതത്തിനത് തോന്നിയെങ്കിലും ഇങ്ങനായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അയാൾ ഡീൽ ചെയ്യുക എന്നായിരുന്നു സുമതത്തിനെന്ന് ചിന്തിച്ചത്. സുമതത്തൻ അത്രയും പറഞ്ഞതും അപർണ ചോദിച്ചു, പിന്നത് അങ്ങനല്ല എന്ന് ചേട്ടൻ എപ്പോഴാ മനസ്സിലായത്? സുമതത്തൻ പറഞ്ഞു, തോക്ക് കാണാനില്ലെന്ന് പറഞ്ഞ് പിന്നെ അയാൾ എന്നെ അന്വേഷിച്ചു വന്നു. അങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അന്നത്തെ ആ വൈകുന്നേരം നടന്ന കാര്യങ്ങൾ ഓർമ്മയുള്ളതൊക്കെ പറയാൻ എന്നോട് ആവശ്യപ്പെട്ടു. നിങ്ങളോട് ഈ പറഞ്ഞതൊക്കെ ഞാൻ അയാളോടും പറഞ്ഞു. പിന്നീട് ഇടയ്ക്കൊക്കെ അതേപോലെ വരുമായിരുന്നു. വീണ്ടും അതിനെപ്പറ്റി ചോദിക്കും. കൂട്ടത്തിൽ കുറെ പഴയ കാര്യങ്ങളും. ഓരോ തവണ അയാൾ വരുമ്പോഴും ഒരേ ചോദ്യങ്ങളാണ്. ഞാൻ അതേ ഉത്തരങ്ങൾ തന്നെ പറയും. ആദ്യമായിട്ട് കേൾക്കുന്ന പോലാവും അയാൾ ഓരോ തവണയും ഞാൻ ഉത്തരം പറയുമ്പോൾ കേൾക്കുന്നത്. ആ ഞെട്ടലും മുക്കിയും ഉണ്ടാകും. ചേട്ടൻ ഇതിനെപ്പറ്റി ഒരിക്കലും തിരിച്ചു ചോദിച്ചില്ലേ? അപർണ ചോദിച്ചു. ഒരിക്കൽ ചോദിച്ചു, പക്ഷെ അന്ന് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് പോവുകയായിരുന്നു ചെയ്തത്. ഈ വെടിവെപ്പ് നടന്ന സംഭവത്തിൽ, കുരങ്ങന്റെ കൈയിൽ തോക്ക് കിട്ടിയ സംഭവത്തിൽ ഇതിലൊക്കെ അച്ഛന് വല്ല പങ്കുണ്ടോ? അജയൻ ചോദിച്ചു. പിള്ളേർക്ക് പോലും സ്വന്തം തന്തമാരെ ഇത്രയൊക്കെ അറിയൂ എന്നായിരുന്നു പുച്ഛത്തോടെയുള്ള സുമതത്തിന്റെ മറുപടി. ഇതേസമയം മറുവശത്ത് അപ്പുപിള്ളയെ ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു. അപ്പുപിള്ള ആകെ ടെൻഷനിലായിക്കൊണ്ടിരുന്നു. വീട്ടിലെത്തിയ അപർണ അപ്പുപിള്ള കത്തിച്ച് പേപ്പറുകൾ തിരയാൻ പോയിരുന്നു. അജയൻ സ്റ്റേഷനിലെത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. അമൃത്ലാലിനെ അജയൻ ഫോൺ ചെയ്തു. അമൃത്ലാൽ അങ്ങോട്ടേക്ക് എത്തി. അമൃത്ലാലിനൊപ്പം ചെന്ന് ഓഫീസറുമായി അജയൻ സംസാരിച്ചു. അപ്പുപിള്ളയുടെ രോഗത്തെപ്പറ്റി പറഞ്ഞു. അമൃത്ലാൽ യാഥാർത്ഥ്യത്തിൽ ആർമി ഓഫീസറൊന്നുമല്ലെന്നും അപ്പുപിള്ളയുടെ ഡോക്ടറാണെന്നും ആ സമയമാണ് വ്യക്തമാകുന്നത്. അപ്പുപിള്ള അറിയാതെ അപ്പുപിള്ളയ്ക്ക് ചോദ്യോത്തരങ്ങളിലൂടെ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് ഒരു തെറാപ്പി എന്ന പോലെ അപ്പുപിള്ളയെ ഡോക്ടർ അമൃത്ലാൽ ട്രീറ്റ് ചെയ്യുകയായിരുന്നു. മറുവശത്ത് അപർണയാകട്ടെ കിട്ടിയ പേപ്പറുകളിൽ കത്താത്ത ഭാഗങ്ങൾ വായിച്ചുകൊണ്ടിരുന്നു. പല കാര്യങ്ങളും അപർണയെ ഞെട്ടിക്കുന്നതായിരുന്നു. തോക്കിൽ 6 ബുള്ളറ്റ് ഉണ്ടായിരുന്നു. 2 ബുള്ളറ്റ് മിസ്സിംഗ് ആണ്. അതൊക്കെ അപർണയെ കൂടുതൽ കൺഫ്യൂഷനിലാക്കി. അപ്പുപിള്ളയുടെ മുറിയിൽ കയറി അപർണ പരിശോധന നടത്തി. പരിശോധനയിൽ അപ്പുപിള്ള എങ്ങനെയാണ് കാര്യങ്ങൾ ഓർത്തുവെക്കുന്നതെന്നും ഓർത്തുവെക്കാൻ ഉപയോഗിക്കുന്ന ആളുകളെപ്പറ്റി വിവരങ്ങൾ എഴുതിയ ചെറിയ ബുക്കുകളും ഡയറികളും കാര്യങ്ങളും ഒക്കെയും അപർണ കണ്ടെടുത്തു. അപ്പുപിള്ള അന്വേഷിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ചച്ചുവിനെപ്പറ്റിയാണെന്നും അതോടെ അപർണ തിരിച്ചറിയുകയാണ്. തുടർന്നുള്ള അലമാരിയിലെ പരിശോധനയിൽ അപ്പുപിള്ളയുടെ തന്നെ അലമാരയിലെ ഹിഡൻ ലോക്കറിൽ നിന്നും അപ്പുപിള്ളയുടെ തോക്ക് അപർണ ഞെട്ടലോടെ കണ്ടെടുത്തു. അതായത് കുരങ്ങന്റെ കയ്യിലുള്ളത് അപ്പുപിള്ളയുടെ തോക്കല്ലെന്ന് വ്യക്തമാകുന്നു. അപ്പുപിള്ള അപ്പോൾ അത് തന്റെ തോക്കാണെന്ന് കള്ളം പറയുകയായിരുന്നു. മറുവശത്ത് സ്റ്റേഷനിൽ കാര്യങ്ങൾ പുരോഗമിച്ചു. അപ്പുപിള്ളയുടെ രോഗാവസ്ഥയറിഞ്ഞതും ഓഫീസേഴ്സ് ആകെ പ്രതിസന്ധിയിലായി. അത്തരത്തിൽ മറവി രോഗമുള്ള വ്യക്തിക്കാണ് അവർ ഗൺ ലൈസൻസ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്, പുതുക്കി കൊടുത്തിരിക്കുന്നത്. ഇക്കാര്യം പുറത്തു വന്നാൽ പോലീസുകാരും ഫോറസ്റ്റുകാരും കുടുങ്ങും. ഈ പ്രശ്നം രഹസ്യമായി അതോടെ ഒതുക്കി തീർക്കാൻ അവർ അപ്പുപിള്ളയെ മോചിപ്പിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്കും അവരുടെ നിലനിൽപ്പ് തന്നെയായിരുന്നല്ലോ പ്രധാനം. ഡോക്ടർ അമൃത്ലാലിനോട് സംസാരിച്ച ശേഷം കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കി അജയൻ അപ്പുപിള്ളയെയും കൂട്ടി നേരെ വീട്ടിലേക്ക് എത്തി. അപർണ അപ്പോഴേക്കും അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മുറിയിലേക്ക് എത്തിയ അപ്പുപിള്ള തന്റെ മുറിയിൽ അപർണ കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി വലിയ തോതിൽ ഒച്ചയുണ്ടാക്കാൻ ആരംഭിച്ചു. അജയൻ അപ്പുപിള്ളയെ ആശ്വസിപ്പിച്ചു. പുറത്തേക്ക് വന്ന അപർണ അവിടെ എത്തിയിരുന്ന ഡോക്ടർ അമൃത്ലാലുമായി സംസാരിച്ചു. അയാളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അയാൾ എഴുതി സൂക്ഷിക്കുന്ന നോട്ടുകളെയല്ലേ? അതിങ്ങനെ സ്കാറ്റേഡായി കണ്ടതിന്റെ പാനിക്കാണ് അയാൾക്ക്. അപർണ ഡോക്ടറോട് ചോദിച്ചു, ഓർത്തിരിക്കാൻ ഇങ്ങനെയെല്ലാം എഴുതി സൂക്ഷിക്കുന്ന ഒരാള് അതൊക്കെ ഇങ്ങനെ കത്തിച്ചു കളയാൻ നോക്കൂ? ഡോക്ടർ മറുപടി പറഞ്ഞു, അയാൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും അതൊക്കെ. ഇഷ്ടമില്ലാത്ത വാട്സപ്പ് മെസ്സേജൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്യില്ലേ? ആക്ച്വൽ റിയാലിറ്റിയിൽ നിന്നുള്ള ഒരു എസ്കേപ്പ് പോലെ. നോക്ക്, അപ്പുപിള്ളയുടെ ഈ കണ്ടീഷൻ മറ്റുള്ളവർക്കൊരു തലവേദനയായിരിക്കും. പക്ഷേ അയാൾക്കിതൊരു ബ്ലെസ്സിംഗ് ആണ്. അയാൾക്ക് ഓർമ്മയുള്ളതെന്തൊക്കെ, അയാൾ മറന്നതെന്തൊക്കെ എന്നയാൾക്ക് മാത്രമേ അറിയൂ. ഓർക്കാൻ ഇഷ്ടപ്പെടുന്നത് മാത്രം അയാൾക്ക് എഴുതി സൂക്ഷിക്കാം. ഓർക്കാൻ ഇഷ്ടമില്ലാത്തത് അയാൾക്ക് കത്തിച്ചു കളയാം. അന്ന് ഡോക്ടർ പോയി കഴിഞ്ഞപ്പോ താൻ കണ്ടെത്തിയ കാര്യങ്ങളിലെ കുറിച്ച് സംശയങ്ങൾ അപർണ അജയനോട് ചോദിച്ചു. അജയൻ പെട്ടെന്ന് അച്ഛന്റെ മുറിയിൽ അവൾ തിരച്ചിൽ നടത്തി, ഷെർലക് ഹോംസിനെ പോലെ അച്ഛന് പിന്നാലെ പോയി അന്വേഷിക്കുന്നു എന്ന കാര്യം പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടു. അപർണ പക്ഷേ ശാന്തമായി അച്ഛന്റെ മുറിയിൽ നിന്ന് അവൾ കണ്ടെടുത്ത തോക്ക് കാണിച്ചു. അച്ഛൻ ഈ തോക്ക് ഒളിപ്പിച്ച് കുരങ്ങന്റെ കയ്യിലുള്ള തോക്ക് തന്റേതാണെന്ന് കള്ളം പറഞ്ഞില്ലേ? അതെന്തിനായിരുന്നു എന്ന തരത്തിൽ ചോദ്യമുയർത്തി. അജയൻ പെട്ടെന്ന് വല്ലാതാവുന്നുണ്ടായിരുന്നു. അപർണ പിന്നാലെ പറഞ്ഞു, ഞാനിവിടെ ഒരു വെക്കേഷന് വന്നതല്ല ചേട്ടാ, ഞാൻ ഇവിടെയാ ബിലോങ് ചെയ്യുന്നേ. അതെനിക്കറിയാം. ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ പ്രശ്നങ്ങളുമൊക്കെ എന്റേത് കൂടിയാ. അതിൽ ചച്ചും പിടും. ഞാൻ അവനെ കണ്ടിട്ടില്ല, ശരിയാണ്. ചോദിച്ച എനിക്ക് അവനോട് പറയത്തക്ക ബന്ധമൊന്നുമില്ല. പക്ഷേ അജയേട്ടന്റെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നതല്ലേ അവൻ. ഇവിടെ എത്തിയപ്പോ മുതൽ അവൻ ഇവിടെ വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു. ഏറ്റവും കുറഞ്ഞത് അവനെന്ത് പറ്റിയതെന്നെങ്കിലും നമുക്കറിയണ്ടേ? അതിനുവേണ്ടിയാ ഞാനിതൊക്കെ ചെയ്തത്. അജയൻ ആകെ വല്ലാതായി. അപർണയോട് ക്ഷമ ചോദിച്ചു. അച്ഛനെ ആ അവസ്ഥയിൽ കണ്ടതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ അജയൻ പറഞ്ഞു. പിന്നാലെ അപർണ തന്റെ ഉള്ളിലെ സംശയങ്ങളെപ്പറ്റി അജയനോട് ചോദിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. അച്ഛൻ മനഃപൂർവ്വം പല കാര്യങ്ങളും മറന്നു കളയുന്നതാണെങ്കിലോ? അച്ഛന്റെ ഈ രോഗം അച്ഛന് വലിയ സൗകര്യമല്ലേ? ആരും അച്ഛനോട്
ചച്ചുവെപ്പറ്റി ചോദിക്കില്ലല്ലോ എന്ന തരത്തിലൊക്കെ അപർണയുടെ ചോദ്യങ്ങൾ വന്നതും അജയൻ പറഞ്ഞു, മതി, നിന്റെ ഉള്ളിലെ ഈ ചോദ്യങ്ങൾ തന്നെയാ അച്ഛന്റെ ഉള്ളിലുമുള്ളത്. അച്ഛനും അതാ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നെ, ചച്ചുവിന് എന്താ സംഭവിച്ചതെന്ന് കണ്ടെത്താൻ. പക്ഷെ ആരോട് ചോദിക്കണമെന്നോ ഒന്നും അറിയാതെ ഓരോ തവണയും അവൻ പഠിച്ചിരുന്ന സ്കൂളിലും മറ്റിടങ്ങളിലും ഇനി അച്ഛന്റെ പാസ്റ്റിലെ ഏതെങ്കിലും കാരണം കൊണ്ടാണോ ചച്ചു കാണാതായത് എന്നറിയാൻ ആ വഴിക്കും ഒക്കെ അച്ഛൻ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നെ. പലരെയൊന്നും അന്വേഷിച്ച് അച്ഛൻ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അച്ഛനെപ്പറ്റി തന്നെയാണ്. അച്ഛനും ചച്ചുവിന്റെ കാര്യത്തിൽ സംശയിക്കുന്നത് അച്ഛനെ തന്നെയാണോ? അജയൻ വേദനയോടെ പറഞ്ഞു. പിന്നാലെയാണ് അജയൻ ഓരോ കാര്യവും വ്യക്തമാക്കുന്നത്. ചച്ചുവിനെ പറ്റിയായിരുന്നു അപ്പുപിള്ള അന്വേഷിച്ചുകൊണ്ടേയിരുന്നത്. ഓരോ തവണയും താനാണോ ചച്ചുവിനെ വല്ലതും ചെയ്തത്, അതോ താൻ ചച്ചുവിനെ പറ്റി വല്ലതും മറന്നുപോയതാണോ എന്ന ആശങ്കയായിരുന്നു അപ്പുപിള്ളയ്ക്കുണ്ടായിരുന്നത്. ആ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അപ്പുപിള്ള നോട്ട് ചെയ്തിരുന്ന പേപ്പറുകളാണ് പിന്നീട് അപ്പുപിള്ള സത്യം കണ്ടെത്തി കഴിയുമ്പോൾ കത്തിച്ചു കളഞ്ഞിരുന്നത്. അത് പുറത്ത് മറ്റാരും അറിയാതിരിക്കുവാൻ വേണ്ടി. പക്ഷേ അത് മറ്റുള്ളവരെയൊന്നും മറയ്ക്കാനല്ല, സ്വയം മറക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അപ്പുപിള്ള ആ ചെയ്ത പ്രവൃത്തിയും മറന്നു കഴിയുമ്പോൾ വീണ്ടും ഒന്നിൽ നിന്ന് അപ്പുപിള്ള വീണ്ടും ചച്ചുവിനെ പറ്റിയുള്ള അന്വേഷണം ആരംഭിക്കും. പോയ അതേ വഴിയിലൂടെ അന്വേഷിക്കും. കൂട്ടുകാരൻ സുമദത്തനെയൊക്കെ പലതവണ കണ്ട് ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ അതുകൊണ്ടായിരുന്നു. ആശുപത്രിയിൽ പോയി ഒരേപോലെ റിപ്പോർട്ട് എടുക്കുന്നതും അതുകൊണ്ടായിരുന്നു. ഓരോ തവണയും ആദ്യമായിട്ട് ചെയ്യുന്ന പോലായിരുന്നു അപ്പുപിള്ളയ്ക്ക് അനുഭവപ്പെടുക. അജയൻ പറയുന്നതത്രയും സത്യമാണ് എന്ന് സുമദത്തിന്റെ വാക്കുകളിൽ നിന്നുകൂടിയായി അപർണ മനസ്സിലാക്കി. അപർണ പറഞ്ഞു, അപ്പോ അച്ഛൻ ഓൾറെഡി അത് സോൾവ് ചെയ്തിരിക്കും. ചച്ചുവിന് എന്തുപറ്റി എന്ന് അച്ഛനറിയാം. ശരിക്കും ചച്ചുവെന്ന മിസ്സിംഗ് ആയത് പ്രവീണ ചേച്ചിയെ ആശുപത്രിയിൽ കൊണ്ടുപോയ ദിവസമാ എന്ന് അജയേട്ടൻ എന്നോട് പറഞ്ഞേ. അന്ന് ചച്ചുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് മാർച്ച് 19-നാണ്. പക്ഷെ പോലീസ് റെക്കോർഡിലൊക്കെ ചച്ചു മിസ്സിംഗ് ആയത് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാർച്ച് 20-നാണ്. എന്നോട് എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ അജയേട്ട? അപർണയുടെ ആ ചോദ്യം അജയന്റെ കണ്ണുകൾ നിറച്ചൊഴുക്കിയിരുന്നു. അജയൻ തനിക്കറിയാവുന്ന സത്യങ്ങൾ പറയാൻ തുടങ്ങി. അന്ന് ആശുപത്രിയിൽ നിന്ന് പ്രവീണയുമായി വന്ന ശേഷം പ്രവീണയെ വീട്ടിലാക്കി അജയൻ ഒരു ആവശ്യത്തിന് പുറത്തുപോയിരുന്നു. രാത്രി വൈകി അജയൻ തിരിച്ചെത്തിയപ്പോ കണ്ട കാഴ്ച ഏറെ ഞെട്ടിക്കുന്നതായിരുന്നു. അപ്പുപിള്ളയുടെ തോക്കിൽ നിന്ന് വെടിയേറ്റ് ചച്ചു മരണപ്പെട്ടു കിടക്കുന്നു. തൊട്ടടുത്ത് പ്രവീണ തകർന്നിരിക്കുകയാണ്. അജയൻ പ്രവീണയോട് ചോദിച്ചു. കണ്ണീരോടെ വിതുമ്പി വിതുമ്പി വാക്കുകൾ മുറിഞ്ഞ് പ്രവീണ കാര്യം പറഞ്ഞു. ചച്ചു തോക്കെടുത്ത് ഒളിപ്പിച്ച് കളിക്കുകയായിരുന്നു. പ്രവീണ അത് പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചതാണ്. അബദ്ധത്തിൽ വെടിപൊട്ടി. ആ വെടിയുണ്ട ചച്ചുവിന്റെ ജീവനെടുത്തു. പ്രവീണയെ ചേർത്ത് പിടിച്ച് അജയൻ ആശ്വസിപ്പിച്ചു. എന്തു ചെയ്യണമെന്നറിയാതെ ആ രാത്രിയിൽ മുറിയിൽ അജയൻ ഇരുന്നിരുന്നു. അപ്പോഴാണ് അപ്പുപിള്ള വീട്ടിലേക്ക് വരുന്നത്. അജയൻ അപ്പുപിള്ളയ്ക്ക് അടുത്തേക്ക് ചെന്നു. കാര്യം പറയാൻ ശ്രമിച്ചെങ്കിലും ഡോക്ടറുടെ കാര്യം പറയാനാണ് എന്ന് കരുതി അപ്പുപിള്ള ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. അജയൻ തിരികെ മുറിയിലെത്തിയപ്പോ കണ്ടത് മകനെ കൊന്ന ദുഃഖത്തിൽ തന്റെ മരുന്ന് ഓവർഡോസ് എടുത്തു കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ നോക്കിയ പ്രവീണയെയായിരുന്നു. ഉടനടി പ്രവീണയെ അജയൻ പൊക്കിയെടുത്ത് ആശുപത്രിയിലെത്തിച്ചു. പോകുന്നതിന് മുമ്പ് ചച്ചു മരണപ്പെട്ടു കിടന്ന അവരുടെ മുറി അജയൻ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. ആശുപത്രിയിലെത്തി ഡോക്ടർ ചികിത്സ ചെയ്തു. ആത്മഹത്യാ ശ്രമമാണെന്ന് കണ്ടതും പോലീസിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞു. പ്രവീണ ക്യാൻസർ രോഗി ആയതുകൊണ്ട് തന്നെ അവളത്തിൽ ദുഃഖിതയായിരുന്നു. അതുകൊണ്ട് സംഭവിച്ചു പോയതാണ് ഡോക്ടർ എന്നൊക്കെ അജയൻ പറഞ്ഞപ്പോ ഡോക്ടർക്കത് മനസ്സിലാവുമായിരുന്നു. പ്രിസ്ക്രിപ്ഷൻ കാണിക്കുവാൻ ഡോക്ടർ ആവശ്യപ്പെട്ടു. മെഡിക്കൽ പേപ്പേഴ്സ് കൊണ്ടുവരാൻ അജയനോട് പറഞ്ഞു. VMC ആശുപത്രിയിലാണ് പ്രവീണ ചികിത്സ തേടുന്നത് എന്ന് അജയനിൽ നിന്നും ഡോക്ടർ മനസ്സിലാക്കിയിരുന്നു. അവരെ ഉപദ്രവിക്കേണ്ടെന്ന് കരുതി ഡോക്ടർ ആ കേസ് പോലീസിലേക്ക് വിട്ടതുമില്ല. അജയൻ തിരികെ പേപ്പേഴ്സ് എടുക്കാൻ വീട്ടിലേക്കെത്തി. മുറിയുടെ വാതിൽ തുറന്നു. അവിടെ തുറന്നപ്പോൾ ചച്ചുവിന്റെ മൃതദേഹമോ ചോരപ്പാടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പുപിള്ളയെ നോക്കിയപ്പോ അപ്പുപിള്ള ഭക്ഷണം കഴിച്ച് ഒന്നും ഓർമ്മയില്ലാത്ത പോലെ അറിയാത്ത പോലെ മുറിയിലേക്ക് പോവുകയായിരുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞുപോയി. രോഗം മൂർച്ഛിച്ച് പ്രവീണയെ അജയൻ ടേക്ക് കെയർ ചെയ്യുകയായിരുന്നു. അന്നായിരുന്നു ആദ്യമായി പറമ്പിൽ അപ്പുപിള്ള എന്തൊക്കെയോ കൂട്ടിയിട്ട് കത്തിക്കുന്നത് അജയൻ കാണുന്നത്. അജയൻ അച്ഛന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എല്ലാം മനസ്സിലാക്കിയിരുന്ന അപ്പുപിള്ള അജയനോട് പറഞ്ഞു, എന്റെ കൈ കണ്ടാണോ പറ്റിയത് എന്നറിയണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. തിരുത്താൻ പറ്റാത്ത കള്ളങ്ങളൊന്നും പറയരുത്. മാർച്ച് 19-ാണ് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയത്. കീമോ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ആശുപത്രി റെക്കോർഡിലുണ്ട്. എന്റെ പിസ്റ്റളില് 2 ബുള്ളറ്റ് കുറവായിരുന്നു. അതിൽ 1 ബുള്ളറ്റ് എങ്ങനെയാ പോയതെന്ന് സുമദത്തൻ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. രണ്ടാമത്തെ ബുള്ളറ്റ്. അപ്പുപിള്ളയുടെ ചോദ്യം അജയന്റെ കണ്ണു നിറച്ചിരുന്നു. അപ്പുപിള്ള പറഞ്ഞു, നിങ്ങളിൽ ആരുടെ കൈകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനത് ചോദിക്കുകയുമില്ല. അബദ്ധത്തിൽ പറ്റിയതാണെങ്കിലും കേസ് കൊലപാതകമായിട്ടേ വരൂ. പ്രവീണയ്ക്ക് ഇനി അതോടെ താങ്ങാനുള്ള ശേഷിയില്ല. നിന്നെ ഒരു കുറ്റക്കാരനായി കണ്ടുകഴിയാൻ എനിക്കും സാധിക്കില്ല. ആർക്കും ഉപകാരമില്ലാത്ത സത്യങ്ങളാ ഇങ്ങനങ്ങ് കത്തിത്തീരട്ടെ. നിറക്കണ്ണുകളോടെയായിരുന്നു അപ്പുപിള്ള അത് പറഞ്ഞത്. ശേഷം തുടർന്നു, എനിക്കറിയാം എന്റേതൊരു റിക്കവറി ഇല്ലാത്ത അസുഖമാണ്. പക്ഷേ ഇപ്പോ ഞാനതിൽ ഹാപ്പിയാണ്.
ചോദിക്കുകയാണ്. അതൊരു ഫ്രീഡമല്ലേ? നമുക്കിഷ്ടമുള്ള റിയാലിറ്റിയിൽ മാത്രം ജീവിക്കാനുള്ള ഫ്രീഡം. അജയൻ എന്ന നിറ കണ്ണുകളോടെ തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചിരുന്നു. അജയൻ തുടർന്നു പറഞ്ഞു, അന്ന് രാത്രി മുതൽ എന്റെ ഉള്ളിലുള്ള ചോദ്യമാ ചച്ചു എവിടെയെന്ന്. പക്ഷേ അത് അച്ഛനോട് ചോദിക്കാൻ എനിക്ക് സാധിക്കില്ല. അച്ഛനും ഒരുപക്ഷെ അത് ഓർമ്മയുണ്ടാവണമെന്നില്ല. അച്ഛനത് ഓർമ്മയില്ലെങ്കിൽ അതൊരു ഓർമ്മപ്പെടുത്തലാവില്ലേ? അച്ഛൻ പറഞ്ഞ പോലെ ആർക്കും ഗുണമില്ലാത്ത കുറെ സത്യങ്ങളാണ്. എല്ലാം മറന്നു കഴിയുമ്പോ അച്ഛൻ വീണ്ടും ചച്ചുവിനെ തിരക്കി ഇറങ്ങുന്നതും വീണ്ടും സത്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോ അജയനെ തെറ്റുകാരനായി കാണാൻ പറ്റാതെ പേപ്പറുകൾ കത്തിച്ചു കളയുന്നതും അജയൻ പലവട്ടം കണ്ടിരുന്നു. അജയൻ പിന്നീട് അത് കണ്ടില്ലെന്ന് നടിക്കാൻ തുടങ്ങി. അജയനിൽ നിന്നും എല്ലാ സത്യങ്ങളും അറിഞ്ഞ അപർണയ്ക്കും അപ്പൊ പിള്ളയെയും അജയനെയും മനസ്സിലാവുമായിരുന്നു. അവളും ആ രഹസ്യങ്ങൾ തന്റെ ഉള്ളിൽ ഒതുക്കി വെക്കാൻ ആരംഭിച്ചു. ചച്ചു എവിടെയോ ഉണ്ട് എന്ന തരത്തിൽ ഓരോ ഇൻഫർമേഷനും വരുമ്പോ പതിവ് പോലെ അജയനൊപ്പം അപർണയും യാത്ര ചെയ്തു പോകും. ചച്ചു അവിടെ ഇല്ലെന്ന് പൂർണ്ണമായി അറിയാമെങ്കിലും ചില കാര്യങ്ങൾ അങ്ങനെയാണ്, അഭിനയിച്ച് തീർത്തേ തീരൂ. അവരുടെ നാഗ്പൂരിലേക്കുള്ള ചച്ചുവിനെ തിരഞ്ഞുള്ള ആ യാത്രാ സമയത്തും അപ്പുപിള്ള ചച്ചുവിനെ തിരഞ്ഞുള്ള തന്റെ പുതിയ അന്വേഷണം ഒന്നിൽ നിന്ന് ആരംഭിക്കുകയായിരുന്നു. എല്ലാം കണ്ടെത്തി വീണ്ടും മറന്നതിന് ശേഷമുള്ള ഒന്നിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയൊരു അന്വേഷണം. ഏറെ ബ്രില്യന്റായി രൂപപ്പെടുത്തിയ തിരക്കഥയുള്ള ഈ ചലച്ചിത്രം ആദർശത്തോടെ അവസാനിക്കുകയാണ്. കഥ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുമല്ലോ. ചച്ചുവിന്റെ മൃതദേഹം ഒരുപക്ഷെ അജയൻ ആശുപത്രിയിൽ പോയ സമയത്ത് കണ്ടിരുന്ന അപ്പുപിള്ള എടുത്ത് കുഴിച്ചിട്ടതാവാം. എവിടെയാണ് അടക്കം ചെയ്തത് എന്ന് അപ്പുപിള്ള തന്നെ മറന്നും പോയിരിക്കാം. ആ സമയത്ത് തന്റെ തോക്കുകൊണ്ട് കളിച്ച ചച്ചു മരണപ്പെട്ടതായിരിക്കാം എന്ന് മാത്രമേ അപ്പുപിള്ള ചിന്തിച്ചിരിക്കുള്ളൂ. കിഷ്കിന്ദ കാണ്ഡമെന്ന ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബായ്.